സസ്പെൻഷനിൽ തുടരുന്ന എൻ പ്രശാന്ത് IASന്റെ പരാതികൾ നേരിട്ട് കേൾക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. അടുത്തയാഴ്ച ചീഫ് സെക്രട്ടറിക്ക് മുന്നിൽ നേരിട്ട് ഹാജരാകാനാണ് നോട്ടീസ്. പ്രശാന്തിന്റെ ആവശ്യപ്രകാരം ഹിയറിംഗ് നടപടികൾ ചിത്രീകരിക്കും. മുതിർന്ന IAS ഉദ്യോഗസ്ഥരായ A. ജയതിലക്, B. ഗോപാലകൃഷ്ണൻ എന്നിവർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപം നടത്തിയെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് എൻ പ്രശാന്ത് IASനെ നേരത്തെ സസ്പെൻഡ് ചെയ്തത്. BV വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, നേരത്തെ ഈ കേസുമായി ഈ നടപടിയുടെ ഭാഗമായി എൻ പ്രശാന്ത് IASന് മെമ്മോ അയച്ചതാണ്. അതിന് മറുപടി നൽകിയിരുന്നില്ല. പിന്നീട് ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്? ടോം, സർക്കാരിനെ സംബന്ധിച്ച് വലിയ ഒരു സാഹചര്യമാണ്. കാരണം IAS തലപ്പത്ത് വിഴുപ്പലക്കൽ അത് സർക്കാരിന്റെ ഭരണ സംവിധാനത്തിന് തന്നെ നാണക്കേടുണ്ടാകുന്ന തരത്തിലേക്ക് മാറുന്ന നിലയുണ്ട്. മാത്രമല്ല, ഇതിനൊരു അവസാനമില്ലാതെ ഈ പ്രശ്നം നീണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. നവംബറിലാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യുന്നത്. A. ജയതിലകനെതിരെയും K. ഗോപാലകൃഷ്ണനെതിരെയുമുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഈ നടപടിക്ക് അടിസ്ഥാനമായത്. ഇവരെല്ലാം തന്നെ പട്ടികജാതി വകുപ്പിൽ ജോലി ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന തർക്കം, ആ തർക്കമാണ് പിന്നീട് രൂക്ഷമായ പോരിലേക്ക് IAS ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത്. ഇതിൽ A. ജയതിലകും K. ഗോപാലകൃഷ്ണനും സർക്കാരിനെ സമീപിക്കുകയായിരുന്നു. പ്രശാന്തിന്റെ ഈ പോസ്റ്റുകൾ തങ്ങൾക്ക് അപകീർത്തി ഉണ്ടാക്കുന്നതാണെന്ന തരത്തിലുള്ള പരാതിയുമായി. ഇതിനിടയിൽ K. ഗോപാലകൃഷ്ണനാകട്ടെ മറ്റൊരു വിവാദത്തിൽ ചെന്ന് വീഴുകയും ചെയ്തു. അത് വാട്സപ്പ് ഗ്രൂപ്പ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടാണ്. IAS ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയുള്ള ഗ്രൂപ്പ് നിർമ്മിച്ചത്. അത് മുസ്ലിം ഉദ്യോഗസ്ഥരെയും ഹിന്ദു ഉദ്യോഗസ്ഥരെയും ഒക്കെ ഉൾപ്പെടുത്തിയുള്ള ഗ്രൂപ്പ് എന്ന തരത്തിൽ വലിയ വിവാദമാവുകയും K. ഗോപാലകൃഷ്ണനും സസ്പെൻഷനിലായി. പ്രശാന്ത് ആകട്ടെ ഈ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെയും മറ്റ് ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ പേരിൽ സസ്പെൻഷനിലാവുകയും ചെയ്തു. ഈ ഇരുവർക്കും പിന്നീട് ചാർജ് മെമ്മോ ചീഫ് സെക്രട്ടറി നൽകി. അതിൽ K. ഗോപാലകൃഷ്ണൻ പറഞ്ഞത് താൻ ഈ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടില്ല. അത് രണ്ട് വ്യത്യസ്തമായ വിഷയങ്ങളാണ്. K. ഗോപാലകൃഷ്ണൻ താൻ ചെന്ന് വീണ വിവാദത്തിൽ ചീഫ് സെക്രട്ടറിക്ക് മറുപടി നൽകി. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ താൻ ചെയ്തിട്ടില്ല, തന്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്തതാണെന്ന് പറയുന്നു. പിന്നീട് അന്വേഷണത്തിൽ K. ഗോപാലകൃഷ്ണനാണോ ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹം അല്ലയോ എന്നൊന്നും കണ്ടെത്താൻ കഴിയാതെ അന്വേഷണം എങ്ങും എത്താതെ പോവുകയും K. ഗോപാലകൃഷ്ണനെ സംശയത്തിന്റെ ആനുകൂല്യം നൽകി തിരികെ എടുക്കുകയും ചെയ്തു. അതായത് ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുകയും K. ഗോപാലകൃഷ്ണനെ തിരികെ എടുക്കുകയും ചെയ്തു. പ്രശാന്തിന്റെ കാര്യത്തിലാകട്ടെ ഈ മറ്റു ഉദ്യോഗസ്ഥരെ അപകീർത്തിപ്പെടുത്തി പോസ്റ്റ് ഇട്ടു എന്ന ചാർജ് മെമ്മോ, അതിന് പ്രശാന്ത് മറുപടി നൽകിയില്ല എന്നത് മാത്രമല്ല, പ്രശാന്ത് ആവർത്തിച്ച് ചീഫ് സെക്രട്ടറിക്ക് അങ്ങോട്ട് കത്ത് നൽകുകയാണ് ചെയ്തത്. അതായത് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എങ്ങനെയാണ് താൻ മറ്റു ഉദ്യോഗസ്ഥരെ അപമാനിച്ചു എന്നത് കണ്ടെത്തിയത്, അതിനുള്ള തെളിവ് എന്താണ്, ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ചില ഹാസ്യം ചേർന്ന പരാമർശങ്ങളോടെയാണ് അല്ലെങ്കിൽ കളിയാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് പ്രശാന്തിന്റെ പോസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഇതൊക്കെ തന്നെ എങ്ങനെയാണ് ജയതിലകിന്റെ പേരിലാവുന്നത് അല്ലെങ്കിൽ K. ഗോപാലകൃഷ്ണനെ അധിക്ഷേപിക്കുന്നു എന്ന് എങ്ങനെയാണ് സമർത്ഥിക്കുന്നത് എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് പ്രശാന്ത് തിരികെ ചില കത്തുകൾ കൊടുക്കുകയായിരുന്നു. ചീഫ് സെക്രട്ടറി ആദ്യം അത് അവഗണിച്ചു. പിന്നീട് ഈ അച്ചടക്ക സമിതിയുണ്ട്, അന്വേഷണ സമിതിയുണ്ട്. ഈ അന്വേഷണ സമിതിക്ക് മുമ്പിൽ എത്തി വിശദീകരണം നൽകാമെന്ന് പ്രശാന്തിനോട് പറയുകയായിരുന്നു. പക്ഷെ ഇതുവരെ ആ തരത്തിലൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ ഈ ഏപ്രിൽ 1-ന് പ്രശാന്ത് ഫേസ്ബുക്കിൽ മറ്റൊരു പോസ്റ്റ് കൂടി ഇട്ടു. അത് സുപ്രധാനമായ ഒരു തീരുമാനമെടുക്കാൻ പോകുന്നു എന്ന തരത്തിലാണ് ഒരു വരി പരാമർശമായിരുന്നു. പ്രശാന്ത് രാജിവെച്ചേക്കുമോ എന്ന തരത്തിലുള്ള ചില പ്രതീതി ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം രാജിവെച്ചില്ല. ഈ പോസ്റ്റ് വന്നപ്പോൾ തന്നെ ഏപ്രിൽ 1 ആയതുകൊണ്ട്, ഏപ്രിൽ ഫൂൾ ആയതുകൊണ്ട് ആളുകളെ കബളിപ്പിക്കാൻ അദ്ദേഹം ചെയ്ത ഒരു കാര്യമാകും എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. ഏതായിരുന്നാലും പ്രശാന്ത് രാജിവെക്കാനൊന്നും പോയില്ല. അദ്ദേഹം ഇപ്പോഴും ഈ സസ്പെൻഷനിൽ തുടരുകയാണ്. നവംബറിൽ സസ്പെൻഷനായ പ്രശാന്തിനെ വീണ്ടും ജനുവരിയിൽ സസ്പെൻഷൻ കാലാവധി ഒരിക്കൽ കൂടി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇനിയുള്ള ഈ അന്വേഷണ സമിതിക്ക് മുമ്പിൽ ഹാജരാകാത്ത സാഹചര്യമുണ്ട്. അവിടെയാണ് മുഖ്യമന്ത്രിയുടെ ഒരു നിർദ്ദേശം വരുന്നത്. പ്രശാന്തിനെ കേൾക്കുക. അത് ചീഫ് സെക്രട്ടറിക്കാണ് അത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ചീഫ് സെക്രട്ടറിയുടെ കാലാവധിയും ഔദ്യോഗിക കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. ശാരദാ മുരളീധരൻ വിരമിക്കുന്നതിന് മുൻപ് തന്നെ പ്രശാന്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കുക, അങ്ങനെ സർക്കാർ കൂടി അക്കാര്യം ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആലോചിക്കുന്നുണ്ട്. അവിടെയും പ്രശാന്ത് കടുംപിടുത്തം തുടർന്നാൽ ഒരുപക്ഷെ പ്രശാന്തിന്റെ വഴിക്ക് പോകാം. അത് സസ്പെൻഷൻ നടപടി വീണ്ടും നീളുന്ന സാഹചര്യം ഉണ്ടാകും. ഒരുപക്ഷെ ജേക്കബ് തോമസിന്റെ ഒക്കെ കാര്യം നമുക്ക് അറിയാവുന്നതാണ്. തുടരെ ജേക്കബ് തോമസ് വിനോദ്,
തുടർച്ചയായ അച്ചടക്ക ലംഘനം, സമൂഹ മാധ്യമങ്ങളിലൂടെ മുതിർന്ന IAS ഉദ്യോഗസ്ഥരെ അധിക്ഷേപിക്കൽ, കുറ്റാരോപണ മെമ്മോ നൽകിയിട്ടും അതിന് മറുപടി നൽകാതിരിക്കുക, ഇങ്ങനെയൊക്കെ അടിക്കടി ഈ സർവീസ് ചട്ടലംഘനം അടക്കം നടത്തിയിട്ടും എന്തുകൊണ്ടാണൊരു കടുത്ത നടപടിയിലേക്ക് നീങ്ങാത്തത്? കാരണം ഇനിയും പ്രശാന്തിനെ കേൾക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ ഇവിടെ? തീർച്ചയായും അവിടെ ഒരു IAS ഉദ്യോഗസ്ഥനാണ്. സർക്കാർ തിരുക്കപ്പെട്ടൊരു നടപടിയെടുക്കുകയോ അല്ലെങ്കിൽ മറ്റ് കടുത്ത നടപടികളിലേക്ക് പോകുന്നില്ല. പ്രശാന്തിന് അവസരം നൽകുന്നുണ്ട്. അച്ചടക്ക സമിതിക്ക് മുമ്പ് എത്താനുള്ള അവസരമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിക്കാനുള്ള അവസരമുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, പ്രശാന്ത് ആകട്ടെ ഒന്നിനു പിറകെ ഒന്നായി ഈ സസ്പെൻഷൻ ആയ ശേഷവും പോരാട്ടം തുടരുമെന്ന് മാധ്യമങ്ങളോട് വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ പ്രതികരണം ബൈറ്റായി നൽകുകയും പിന്നീടും ചില പോസ്റ്റുകളൊക്കെ അദ്ദേഹം ഇടുകയും ചെയ്തു. ഇതെല്ലാം തന്നെ ജയതിലകുമായുള്ള ഉരസലാണ് പ്രധാനമായും ഉള്ളത്. വളരെ സീനിയറായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ജയതിലക്. ഒരുപക്ഷെ അടുത്ത ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരിൽ ഒരു പേര് ജയതിലകിന്റേതാണ്. അങ്ങനെ ജയതിലക് ചീഫ് സെക്രട്ടറിയായി എത്തുന്ന സാഹചര്യം ഉണ്ടായാൽ പ്രശാന്ത് അതിന് ഒരു സാഹചര്യം, ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ കൂടിയാകാം പ്രശാന്ത് സർവീസ് വിട്ടുപോകുമെന്ന് കരുതുന്നവരും ഏറെയാണ്. ഏതായിരുന്നാലും പ്രശാന്തിനൊരു അവസരം നൽകുന്നുണ്ട്. ചീഫ് സെക്രട്ടറി തന്നെ ഈ ഹിയറിംഗ് നടത്തണം, പ്രശാന്തിന് പറയാനുള്ളത് കേൾക്കണം എന്ന ഒരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ ഈ ഇടഞ്ഞു നിൽക്കുന്ന രീതി പ്രശാന്ത് തുടർന്നാൽ കടുത്ത നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. വി വിനോദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. N പ്രശാന്തിനെ കേൾക്കാൻ മുഖ്യമന്ത്രിയാണ് ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്.